റെക്കോർഡ് ഓണം വിൽപ്പനയുമായി സപ്ലൈകോ. ഉത്രാടനാളിൽ വൈകിട്ട് 4 മണി വരെയുള്ള കണക്കിൽ 422.17 കോടി രൂപയുടെ വിൽപ്പന നടന്നെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. ജൂലൈ 22 മുതൽ ഓഗസ്റ്റ് 25 വരെയുള്ള 35 ദിവസത്തെ കണക്കാണ് ഇത്. കഴിഞ്ഞ ഓണത്തിന് 35 ദിവസത്തെ വിറ്റുവരവ് 385.42 കോടിയായിരുന്നു. 153.49 കോടി രൂപ സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പനയിലൂടെയും 268.89 കോടി രൂപ നോൺ സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പനയിലൂടെയുമാണ് ലഭ്യമായത്. വെളിച്ചെണ്ണയിൽ നിന്ന് മാത്രം 100 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ലഭിച്ചത്. ഇത്തവണ ഇത് വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ട്. മിക്ക സബ്സിഡി സാധനങ്ങൾക്കും വില വർദ്ധിപ്പിക്കാതെയും പലതിനും വില കുറച്ചിട്ടും ഈ നേട്ടത്തിലെത്താനായത് ജനങ്ങൾ സപ്ലൈകോയെ മുൻ വർഷങ്ങളിലേതിനേക്കാൾ ആശ്രയിച്ചതിനാലാണ്. 13 അവശ്യ സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചില്ല. ചെറുപയർ, ഉഴുന്ന്, കടല, വൻപയർ, തൂരപ്പരിപ്പ് തുടങ്ങിയവയ്ക്ക് സബ്സിഡി നിരക്ക് കുറച്ചു നൽകി. ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില 20 രൂപ കുറച്ചു നൽകി. വെളിച്ചെണ്ണയിൽ നിന്ന് മാത്രം 100 കോടിയാണ് കഴിഞ്ഞ വർഷം ലഭിച്ചിരുന്നത്. സംസ്ഥാനത്തൊട്ടാകെ 3 മെഗാ ട്രേഡ് ഫെയറുകൾ, 11 ജില്ലാ ഫെയറുകൾ, 126 അസംബ്ലി ഫെയറുകളിലുമായി 40 ലക്ഷത്തിലധികം പേരാണ് എത്തിയത്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.